Hi, hello friends. It is me, Lidu John. Welcome to my channel, Mr. and Mrs. Spring Palace. ഡെയിലി ഓരോ പരീക്ഷണം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഗൈസ് എൻ്റെ ജീവിതം. ഇന്നത്തെ പരീക്ഷണങ്ങളൊക്കെ ഉള്ള തുടക്കം കുറിക്കുന്നതിൻ്റെ ഒരു തിരക്കിലാട്ടോ ഞാൻ. അതാണ് ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യലാണ് ഫാമിലി സ്പെഷ്യൽ ബിരിയാണി. എന്താണെന്നല്ലേ? എന്ന് പറഞ്ഞാൽ മേങ്കോട്ട് വേഴ്സസ് മാന്താനത്ത്. മേങ്കോട്ടിൽ എന്താന്ന് വെച്ചാൽ മിസ്റ്ററിന്റെ വീട്ടുപേരാണ് മാന്താനം, മിസ്സിസിന്റെ വീട്ടുപേരാണ് മേങ്കോട്ടിൽ. അപ്പൊ ഇന്നത്തെ നമ്മുടെ അടുക്കളയായിട്ടുള്ള യുദ്ധം തുടങ്ങിയാലോ? ഓക്കെ വാ. ഇന്ന് എൻ്റേതായിട്ടുള്ള രീതിയിലുള്ള ഒരു ബിരിയാണി ആട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. നിങ്ങളാരും ഇത് അനുകരിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. വേണ്ടവർ മാത്രം അനുകരിക്കുക. എനിക്കിതിൻ്റെ ABCD പോലും അറിയില്ല ഫ്രണ്ട്സ്. എന്നാലും തുടങ്ങുമല്ലേ, എന്നാൽ സെഡിന്ന് മുതലങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ചു. അതാണ് വലിയതിൽ തന്നെ പിടിച്ചങ്ങ് കയറിയത്. അപ്പോൾ എൻ്റെ ബിരിയാണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊന്നും ഓർഡറിലേ അല്ല, എല്ലാം ഡിസോർഡറിലാണ്. എങ്ങനെ ഉണ്ടാക്കിയാലും നമുക്ക് കഴിച്ചാൽ മതിയല്ലോ. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഞാൻ ഒരു പാത്രം എടുത്ത് ഇച്ചിരി നെയ്യ് ഒഴിച്ച് അതിനകത്ത് ആദ്യമേ നമുക്ക് അരിയെടുത്ത് വറുത്ത് വെക്കാം. ആ വറുത്ത് വെച്ച അരിയെടുത്ത് മാറ്റി അതിനകത്ത് തന്നെ നമ്മളൊരു 2 കപ്പ്, വലിയ കപ്പാട്ടോ, ഞാനൊരു 2 കപ്പ് അരിയെടുത്തു. അതിൽ ഞാനൊരു 3-3.5 കപ്പ് വെള്ളം ഒഴിച്ചു കേട്ടോ. എൻ്റെ അളവ് ആരും നോക്കരുതെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ആ ഒഴിച്ച വെള്ളത്തിലേക്ക് നമ്മൾ ബിരിയാണി സ്പൈസസ് ഇട്ട്, അത് ബേ ലീഫ്, കറുവപ്പട്ട, ഏലക്ക, ഗ്രാമ്പൂ, ജാതിപത്രി, ജാതിക്ക, തക്കോലം, അങ്ങനെ കുറച്ച് സാധനങ്ങൾ കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇച്ചിരി ഗരം മസാലയും കൂടി ഇട്ടു. പിന്നെ ഒരിത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടു. പിന്നെ നമുക്ക് ആവശ്യമായ ഉപ്പും 2 സ്പൂൺ നെയ്യും പിന്നെ കുറച്ച് നാരങ്ങ നീര്. അപ്പുറത്ത് ഞാൻ ചിക്കനുമായിട്ടുള്ള മൽപ്പിടുത്തത്തിലാണ്. ആരും അങ്ങോട്ട് നോക്കണ്ട, അങ്ങനെ പലതും അവിടെ സംഭവിക്കും. ഞാനൊരു വെറൈറ്റിക്ക് ചിക്കൻ വറുത്തിട്ട് ഗ്രേവി ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് അവിടെ ചിക്കനുമായിട്ടുള്ള മൽപ്പിടുത്തം നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഫോണിൽ കാണുന്നതാണ് എൻ്റെ മാസ്റ്റർ ഷെഫ് മിസ്റ്റർ ആൽബിൻ ജോസ്, അതായത് മിസ്റ്റർ ആൻഡ് മിസ്സിസിലെ മിസ്റ്റർ. അങ്ങനെ നമ്മൾ ചിക്കനെ ഒരു പരുവത്തിലാക്കി കോരിയെടുത്തിട്ടുണ്ട്. നേരത്തെ തന്നെ തിളപ്പിച്ച വെള്ളത്തിലേക്ക് നമ്മൾ അരിയിട്ട് ചോറാക്കി വാങ്ങി വെച്ചിട്ടുണ്ട്. അത് നിങ്ങളോട് പറയാൻ ഞാൻ മറന്നുപോയത് കേട്ടോ. നമ്മളെപ്പോഴും ലാഭം നോക്കി പണി വാങ്ങുന്ന കൂട്ടത്തിലായതുകൊണ്ട് ഇപ്രാവശ്യവും പണി വാങ്ങാതെ തന്നെ നമുക്ക് എങ്ങനെ നോക്കാമെന്ന രീതിയിൽ ചിക്കൻ വറുത്ത ഓയിലെടുത്ത് വേറൊരു ചീനച്ചട്ടിയിലാക്കി ഒരു 3 കുഞ്ഞ് സവോള എടുത്ത് അരിഞ്ഞ് വറുത്തെടുത്തു കേട്ടോ. അത് നമുക്ക് ലാസ്റ്റ് ഇടാനുള്ളതാണ്. അതിൻ്റെ കൂടെ തന്നെ കാഷ്നട്ടും കിസ്മിസും കൂടി വറുത്തെടുത്തു കേട്ടോ. അടുത്ത് നമ്മളിനി ചിക്കനെ ഒന്ന് മേക്കപ്പൊക്കെ ഇട്ടൊന്ന് ഒരുക്കി എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ചെറിയ സവോള ആയതുകൊണ്ട് അത് നമ്മളൊരു 8 സവോള എടുത്ത് നന്നായിട്ട് ഒലത്തിയെടുക്കുക കേട്ടോ. ഒലത്തിലല്ല ഫ്രണ്ട്സ്, വഴറ്റലാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനകത്തേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് വഴറ്റിയെടുക്കാവേ. ടീസ്പൂണും ടേബിൾ സ്പൂണും ഒന്നും എനിക്ക് അറിയില്ലാത്തത് കൊണ്ടും അത് ഞാൻ പറയാൻ നിൽക്കുന്നില്ല. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും മസാലകളും നിങ്ങളിടുക. കുറച്ചൊന്ന് വഴറ്റി കഴിയുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു 10-30 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു കാന്താരിമുളക് കേട്ടോ ഞാൻ എടുത്ത്. അതുകൊണ്ട് ഒരു 10-12 കാന്താരിമുളക്, അത് 3 കൂടി ഇട്ട് അരച്ച പേസ്റ്റാട്ടോ ഞാനിപ്പോൾ അതിനകത്ത് ഇട്ട് കൊടുത്ത്. സവോളയും പേസ്റ്റും കൂടി ഇട്ടൊന്ന് ഇളക്കി അതിൻ്റെ ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു 3 തക്കാളി കുനുകുനാ അരിഞ്ഞ് അതും കൂടി ഇതിനകത്തിട്ട് 3 കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇടയ്ക്ക് ഞാൻ ഫോണിലൊക്കെ നോക്കും, അത് നിങ്ങൾ കാര്യമാക്കണ്ടല്ല. ഇടയ്ക്ക് ഒന്ന് ടച്ചൊക്കെ ചെയ്ത് ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കുക. ഇതാണ് എൻ്റെ ടെക്സ്റ്റർ കണ്ണാപ്പി ശോശാമ്മ ജോസഫ്. അടുത്തതാണ് ഏറ്റവും വലിയ കാര്യം, ഈ മസാല ഇടുക എന്നത് എനിക്ക് ഏറ്റവും വലിയ റിസ്ക് കേട്ടോ. മസാല ഞാൻ ഒരിക്കലും ചേർത്തില്ല, എന്നാലും ഇട്ട് നോക്കാം. ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാല, കുറച്ച് മുളക് പൊടി, പിന്നെ ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടിയും ചേർത്ത് അതെല്ലാം കൂടിയും കൂട്ടി നന്നായിട്ട് വഴറ്റിയെടുത്ത് ആ മസാലകളുടെ ഒക്കെ പച്ചമണം മാറുന്നോടം വരെ വഴറ്റി കഴിഞ്ഞ് നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ച നമ്മുടെ ചിക്കനെ മേക്കപ്പ് ഇടാനായിട്ട് നമ്മൾ ആ ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. ആ ഗ്രേവിയൊക്കെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്നോടം വരെ ഉടയാതെ മെല്ലെ ഇളക്കി കൊടുക്കണം. ഉടഞ്ഞു കഴിഞ്ഞാൽ ബിരിയാണിയിൽ പൊടിയായിട്ട് കിടക്കും, നമുക്ക് പീസ് കിട്ടത്തില്ല. അതുകൊണ്ട് ഉടയാതെ മെല്ലെ ഇളക്കി കൊടുത്ത് മൂടി വെക്കുക. ഓൾറെഡി നമ്മുടെ ചിക്കനെ നമ്മളൊന്ന് കുക്കറിലിട്ട് പുഴുങ്ങിയായിരുന്നു, എണ്ണയിലിട്ട് വറുത്തായിരുന്നു.
അതുകൊണ്ട് ഓവറായിട്ട് നമുക്ക് വെന്തുടയേണ്ട ആവശ്യമില്ല. നല്ല മസാലയായിട്ടൊന്ന് അറ്റാച്ച് ആവാൻ വേണ്ടി മാത്രം വേവിക്കുക. അത് കഴിഞ്ഞ് അത് തുറന്ന് കുറച്ച് പുതിനയിലയും മല്ലിയിലയും കൂടെ ഇട്ട് 2 സ്പൂൺ തൈരും കൂടി ഇട്ട് നന്നായിട്ട് മിക്സാക്കി അതൊന്ന് അറ്റാച്ച് ആവാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി മൂടി വെച്ച് വേവിക്കുക. നമുക്ക് ചിക്കനെയും ചോറിനെയും ഒന്ന് ഫ്രണ്ട്ഷിപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പാത്രമാണ് അത്. നമുക്ക് ഇതിലും ചെറിയ പാത്രം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ വലിയ പാത്രം തന്നെ എടുത്തിരിക്കുന്നു. പാത്രത്തിൻ്റെ വലിപ്പം കണ്ട് നിങ്ങൾ ആരും പേടിക്കരുത്. ആദ്യം തന്നെ നമുക്ക് ചിക്കൻ അടിയിൽ ലെയറാക്കിയിടാം. അതിൻ്റെ മുകളിലേക്ക് ചോറ് കട്ടയായിട്ടിരിക്കാതെ ഉടച്ചുടച്ചെടുത്ത് നമുക്ക് ചിക്കൻ ഒന്ന് മൂടി നിൽക്കുന്നോടം വരെ ഒന്ന് ചോറിട്ട് കൊടുക്കാം. ചിക്കൻ ഗ്രേവിയുടെ മുഴുവൻ ഇടരുത്, പകുതി ഇടണം. നമുക്ക് 2 ലെയറായിട്ട് ഇടാൻ വേണ്ടിയിട്ടാട്ടോ. ചോറിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യ് നമ്മൾ വിതറി കൊടുക്കുക. അത് കഴിഞ്ഞ് നേരത്തെ വറുത്ത് വെച്ചേക്കുന്ന സവോള, അതിൻ്റെ കൂടെ അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ ഇതിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ വീണ്ടും ബാക്കിയുള്ള നമ്മൾ ചിക്കൻ എടുത്ത് വീണ്ടും ലെയറാക്കുക. അതിൻ്റെ മുകളിൽ വീണ്ടും ചോറെടുത്ത് നമ്മൾ റിപ്പീറ്റ് ലെയറാക്കി വെക്കുക. ചോറിടുക, അതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യിടുക. നെയ്യിട്ട് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സവോള ഇടുക. അതിൻ്റെ കൂടെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടി ഇട്ട് സെറ്റാക്കി വെക്കുക. ഇതെല്ലാം കഴിഞ്ഞപ്പോഴാണ് ഫ്രണ്ട്സ് പണി പാളിയെന്ന് മനസ്സിലായത്. കാരണം ഇതെല്ലാം സെറ്റാക്കി വെച്ച് ഫോയിൽ പേപ്പർ വെച്ച് കവർ ചെയ്ത് നമുക്ക് മൂടി വെച്ച് ആവി കയറ്റാനായിരുന്നു ഉദ്ദേശിച്ചത്. പക്ഷെ ഫോയിൽ പേപ്പർ എടുത്ത് നോക്കിയപ്പോൾ ഫോയിൽ പേപ്പർ ഇല്ല, റോള് മാത്രമേ ഉള്ളൂ. ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് അത് ഞാൻ നേരെ എടുത്ത് മൂടി വെച്ചു. അങ്ങനെ അമ്മേനോട് പോയി ചോദിച്ചപ്പം അമ്മ പറഞ്ഞെന്നാ നമുക്ക് വാഴയില വെട്ടി കെട്ടാന്ന് പറഞ്ഞു. അങ്ങനെ വാഴയിലൊക്കെ സെറ്റാക്കിയപ്പോൾ അനിയൻ പറഞ്ഞ് മൈദ ഉണ്ടെങ്കിൽ എടുക്ക്, അവൻ സെറ്റാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ക്യാമറയെല്ലാം ഓണാക്കി വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ക്യാമറയെല്ലാം സെറ്റാക്കി വെച്ചു. അവൻ മൈദ കുഴച്ചു, ദമ്മിട്ടു, ദമ്മ് തുറന്നു. പക്ഷെ വീഡിയോ മാത്രം കിട്ടിയില്ല. ക്യാമറ ഓണാക്കി വെച്ചിട്ട് കാര്യമില്ല, വീഡിയോയും കൂടി ഓണാക്കാനായിരുന്നു. അത് ഞാൻ ചെയ്തില്ല. അങ്ങനെ കോരുന്ന വീഡിയോ മാത്രം നമുക്ക് കിട്ടിയിട്ടുണ്ട്. കൂടെ നമ്മളൊരു ചമ്മന്തിയും കൂടി അരച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് ഫൈനലി നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് എൻ്റെ ബിരിയാണി. കാണാൻ ലുക്കൊക്കെ ഉണ്ട്, നമുക്ക് തിന്നാനും കൂടി പറ്റുമോ നോക്കാം. ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. സൂപ്പറാ. പിന്നെ എൻ്റെ ബിരിയാണി, എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.